അങ്ങനെ പുഷ്പ 2 ദ റൂൾ. പുഷ്പ താഴത്തില്ല, വേൾഡ് ഫയർ. A few minutes later. നല്ലൊരു മാസ ആക്ഷൻ പടം കാണാൻ വന്നൊരു മാസ ആക്ഷൻ പടം കാണാനാണ് ഞാൻ വന്നത്. ആടിപ്പൊളി മാസമായിട്ടുണ്ട്. ഇത് മാസല്ല, ഇത് വേറെ എന്താ പറയണത്. അപ്പൊ എന്റെ വീക്ഷണം കൊണ്ടൊക്കെ തെറ്റിയാ. എന്തിനാണ് ഈ സിനിമ എടുത്തത്? എനിക്ക് കാര്യമായിട്ടും ചോദിക്കണേണ്. എന്ത് പ്രസക്തി എന്ന് ഇന്ത്യയിൽ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ എന്ത് പറയാങ്കി പറഞ്ഞു കൊടുക്ക. ഒരു നല്ല ഡയറക്ടർ ഇല്ല, നല്ല സ്ക്രിപ്റ്റ് ഇല്ല, നല്ല പെർഫോമൻസ് ഇല്ല. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. അതൊക്കെ കാരണവന്മാർ ചെയ്ത എന്താ ലൈക്ക് എന്താ അപരാധം എത്തി സ്പീക്ക്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. 3.5 മണിക്കൂർ നമ്മളെ ലിറ്ററലി തകർത്തു. കുറെ നാള് കൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി. ഞാൻ ആക്ച്വലി ഇപ്പോ ലാസ്റ്റ് കണ്ടതില് കങ്കുവായിരിക്കും അവരാതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് അതുക്കും മേലെ കാട്ടവരാതം, ഒന്നും പറയല്ല. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. പുഷ്പ താഴത്തില്ല, വേൾഡ് ഫയർ. സൂപ്പറായിരുന്നു. എനിക്ക് ரொம்ப പിടിക്കും. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. നമ്മള് പുഷ്പ ഫയർ എന്ന് വെച്ചാൽ ആ ഫയർ മാതിരി കണ്ടോണ്ടിരിക്കണം. നന്നായിട്ടുണ്ട് പടം, സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ആക്ഷൻ കോറിയോഗ്രാഫി ആരുടെ ചെയ്തത്? ആരാധകരെ കണ്ട അവസാനത്തെ ക്ലൈമാക്സ് ഞാൻ ചിരിച്ച് ചത്ത്. നന്നായിട്ടുണ്ട്. ഫയറാണോ? ഇടയ്ക്ക് ഫയറായി, ഇടയ്ക്ക് ഫയറായി, ഇടയ്ക്ക് ചവറുമായി. എല്ലാരും കൂടി ഒരു മിണ്ടാപ്രാണിയെ കളിയാക്കിയത്. നമ്മളെ പോലെ വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെയൊക്കെ ചെയ്യോ? ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു മൂടണം. അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവല്. വനത്തെ കഞ്ഞില്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്താവാനാ? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. രശ്മിക ഇല്ലെങ്കിൽ പടം ബോറാണ്, അത് പറയുന്നില്ല. എന്തായാലും നാഷണൽ അവാർഡ് കിട്ടും. ഈ പടത്തിൽ നാഷണൽ അവാർഡ് സത്യം പറയണ്ടായിരുന്നു. ഇതിന്റെ തേർഡ് പാർട്ടുണ്ട്. എന്റെ പൊന്നോ വേണ്ട. എന്തിനാണ് തേർഡ് പാർട്ട്? ഈ സെക്കൻഡ് പാർട്ട് തന്നെ സഹിക്കാൻ വയ്യ. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.